പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ സ്നേഹമുള്ള അമ്മായിമ്മമാരുടെ 10 അടയാളങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ആ അടയാളങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. നമ്മളെ കുടുംബ ജീവിതത്തില്, ദാമ്പത്യ ജീവിതത്തില് അള്ളാഹു ബറക്കത്തും സന്തോഷവും സമാധാനവും ഒരുമയും നിലനിർത്തി തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റബ്ബ് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അറിയുന്ന ആളുകളൊക്കെ അതും ഒന്ന് കമന്റിൽ എഴുതി വിടുക. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രവാചകനാണല്ലോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബിയുടെ ഉമ്മയുടെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. ഇസ്മായിൽ നബിയുടെ ഉമ്മയുടെ പേരെന്താണ്? അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളുടെ കുടുംബ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 അംഗങ്ങളാണ് അമ്മായിമ്മയും മരുമകളും എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ അമ്മായിമ്മയും മരുമകളും നല്ല നിലക്കല്ലെങ്കിൽ ആ കുടുംബത്തിലെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നഷ്ടപ്പെടുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് സ്നേഹമുള്ള അമ്മായിമ്മമാരുടെ 10 അടയാളങ്ങളെ കുറിച്ചാണ്. ഈ 10 അടയാളങ്ങൾ നമ്മളിലില്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ക്ലാസ് ഒരാളെയും കുറ്റപ്പെടുത്താനോ ഒരാളെയും സന്തോഷിപ്പിക്കാനുള്ള ക്ലാസ് അല്ല, ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കാനുള്ള ക്ലാസ് ആണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള അമ്മായിമ്മമാരുടെ 1ാമത്തെ അടയാളം മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മളെ ആൺമക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യമാരുണ്ടല്ലോ, ആ ഭാര്യമാരെ നമ്മൾ സ്വന്തം മക്കളെ പോലെ കാണുക എന്നുള്ളതാണ്. അമ്മായിമ്മമാര് സ്വന്തം മക്കളെ പോലെ മരുമക്കളെ എന്ന് കാണുന്നുവോ അന്നേ ആ വീട്ടില് സമാധാനവും സന്തോഷം ഉണ്ടാകുള്ളൂ. മരുമക്കളായി കാണുകയാണെങ്കിൽ ഒരിക്കലും ആത്മാർത്ഥമായ സ്നേഹം അമ്മായിമ്മമാർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ മക്കള് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ നമ്മൾ സ്വന്തം മക്കളെ പോലെ കാണുക എന്നുള്ളതാണ്. കാരണം നമ്മളെ മക്കളുടെ വിവാഹം ശരിയാകാൻ വേണ്ടി നമ്മൾ എത്ര ദുആ ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റബ്ബ് സ്വീകരിച്ച് നമ്മളെ മക്കളെ വിവാഹം ശരിയായി എല്ലാം കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് കയറി വന്ന ആ കുട്ടിയെ സ്വന്തം മക്കളെ പോലെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും? ആ അമ്മായിമ്മമാക്ക് മരുമക്കളെ കുറിച്ച് എപ്പോഴും പരാതികളും പരിഭവങ്ങളും മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം എന്താ? സ്വന്തം മക്കളെ പോലെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്വന്തം മക്കളെ പോലെ കാണുക എന്നുള്ളതാണ് 1ാമത്തെ അടയാളം. 2ാമത്തെ കാര്യം സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ചില സ്വകാര്യത ഉണ്ടാകും. സ്വന്തം നമ്മളുടെ മക്കളാണെങ്കിൽ പോലും അവരുടെ വിവാഹം കഴിഞ്ഞാൽ ആ ഭാര്യക്കും ഭർത്താവിനും ചില സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാകും, ചില സ്വകാര്യതകൾ ഉണ്ടാകും. അതിന്റെ സ്പേസ് നമ്മൾ കൊടുക്കണം. അതിൽ ഒരിക്കലും അമ്മായിമ്മമാര് കയറി ഇടപെടാൻ പാടില്ല. അഥവാ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അമ്മായിമ്മ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇപ്പൊ എന്തിനാ യാത്ര പോകുന്നത്? എന്താണ് ഇപ്പൊ അതിന്റെ ആവശ്യം? ഞങ്ങളൊക്കെ ഇപ്പൊ ടൂർ പോയിട്ടാ? എന്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ എവിടേക്കും യാത്ര പോയിട്ടില്ലല്ലോ, പിന്നെ നിങ്ങളിപ്പോ ഒരു യാത്രക്കാർ വന്നിക്കണു എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്വകാര്യതയിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അല്ലാത്ത സ്വകാര്യതയിലൊക്കെ ഇടപെടുന്ന എത്രയോ അമ്മായിമ്മമാരുണ്ട്, എത്രയോ അമ്മോശങ്കാക്കാരുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദമായി പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും അവരുടെ സ്വകാര്യതയിൽ ഇടപെടാൻ പാടില്ല. അവർക്ക് കൊടുക്കേണ്ട സ്പേസ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സ്നേഹമുള്ള അമ്മായിമ്മമാരുടെ 3ാമത്തെ അടയാളം അനാവശ്യമായി കുറ്റപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്.
ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കും, വസ്ത്രം അലക്കുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കും, വീട് വൃത്തിയാക്കുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കും, സംസാരിക്കുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ മാലാകമാരല്ല, അമ്പിയാക്കളല്ല, നമ്മളെ അടുക്കൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചുകൊണ്ട് മരുമക്കളെ പരിഹസിക്കുകയുമില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മായിമ്മ മരുമകളോട് പറയാണ്, ഇത്രയും കാലമായിട്ട് നിനക്ക് ഭക്ഷണത്തിലെ ഉപ്പിന്റെ പാകം നോക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുക, എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക, അതും എല്ലാവരുടെ ഇടയിൽ വെച്ചുകൊണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്നേഹമുള്ള അമ്മായിമ്മയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞ് മരുമകള് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവളുടെ അരികിൽ പോയിരിക്കുക. സ്നേഹത്തോടെ അവളോട് പറയുക, മോളെ, ഇന്നത്തെ കറിയിൽ, ഇന്നത്തെ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കൂടി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഉപ്പിന്റെ കാര്യം പരിഹരിക്കാം. നീ പരിഹരിക്കണമെന്നല്ല, നമുക്കത് പരിഹരിക്കാം എന്ന് പറയാൻ പഠിക്കണം അമ്മായിമ്മമാര്. ഭക്ഷണത്തിൽ അല്പം മുളക് കൂടിപ്പോയാൽ മരുമകളോട് സ്നേഹത്തോടെ പറയാ, ഇന്നത്തെ ഭക്ഷണത്തിൽ അല്പം മുളക് കൂടി പോയിട്ടുണ്ട്, ഇൻഷാ അല്ലാ നാളെ കറി ഉണ്ടാക്കുന്ന സമയത്ത്, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കാര്യം പരിഹരിക്കാം. നീ അത് പരിഹരിച്ചേ പറ്റുള്ളൂ, നീ അത് പരിഹരിക്കണം, നിനക്കത് അറിയില്ലേ, നിന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ എന്ന ചോദ്യം മരുമക്കളോട് അമ്മായിമ്മ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ, മരണം വരെ നിന്റെ മരുമകൾക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പൊ സ്നേഹത്തോടെ പെരുമാറുക, അനാവശ്യമായി കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക എന്നുള്ളത് നല്ല ഒരു അമ്മായിമ്മയുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. നാലാമത്തെ കാര്യം, മരുമക്കളുടെ കഴിവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല പഠിക്കുന്ന മരുമക്കളായിരിക്കും, അവർക്ക് ടീച്ചറാകാനോ അതല്ലെങ്കിൽ നല്ല ഇസ്ലാം അംഗീകരിച്ച ജോലികൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ചില അമ്മായിമ്മമാരെന്താ പറയാ, അതൊന്നും ഇവിടെ നടക്കൂല, വാപ്പ കാരണവാൻ മുതൽ ഇവിടെ പെണ്ണുങ്ങളൊന്നും ജോലിക്ക് പോയിട്ടില്ല, അതൊന്നും ഈ വീട്ടിൽ നടക്കൂല, ഈ വീട്ടിൽ പഴയ ആ രീതി തന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മരുമക്കളെ ഒരിക്കലും തളർത്താൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവരുടെ കഴിവിനെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരുമക്കള് നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു കേക്ക് ഉണ്ടാക്കി, അതല്ലെങ്കിൽ നല്ല കുഴിമന്തി ഉണ്ടാക്കി, അതല്ലെങ്കിൽ നല്ല പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കുക. വളരെ ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയാൽ ആ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതുപോലെ അഞ്ചാമത്തെ കാര്യം, തുല്യമായ പരിഗണന മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തുല്യമായ പരിഗണന മരുമക്കൾക്ക് കൊടുക്കണം. രണ്ട് മരുമക്കൾ ഉണ്ടെങ്കിൽ രണ്ട് മരുമക്കൾക്കും തുല്യമായ പരിഗണന കൊടുക്കണം. മരുമകളുണ്ട്, നമ്മളെ സ്വന്തം മക്കളുണ്ട്, അഥവാ നമ്മൾ പ്രസവിച്ച മകളുണ്ടെങ്കിൽ മരുമക്കൾക്കും സ്വന്തം പ്രസവിച്ച മക്കൾക്കും ഒരേ പരിഗണനയാണ് കൊടുക്കേണ്ടത്. അവരെ ഒരേപോലെയാണ് കാണേണ്ടത്. ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. രണ്ട് മരുമക്കളാണെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ തുല്യമായ പരിഗണന കൊടുക്കണം. ഒരു മരുമകളെ കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക, ഒരു മകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ഒരു മക്കൾക്ക് നല്ല പലഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പ്രയാസം വരുമ്പോൾ അവരെ കൂടുതൽ പരിചരിക്കുക. അങ്ങനെ ഒരിക്കലും അമ്മായിമ്മമാര് ചെയ്യാൻ പാടില്ല. തുല്യമായ പരിഗണന മരുമക്കളുടെ ഇടയിലും മക്കളുടെ ഇടയിലും അമ്മായിമ്മമാര്, വീട്ടിലുള്ള ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാതിരുന്നാൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഉമ്മമാരെ മറുപടി പറയേണ്ടി വരും. അൽ മർഅതു റാഇയത്തുൻ ഫീ സൗജി ബൈതിഹാ, വീട്ടിലെ ഭരണാധികാരി ആ വീട്ടിലെ അമ്മായിമ്മയാണ്. ആ ഉമ്മ നീതിയോടെ ഭരണം നടത്തിയിട്ടില്ലെങ്കിൽ നാളെ എന്റെ പ്രിയമുള്ളവരെ, സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ ശരിക്ക് വീട്ടിൽ ഭരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നീതിയോടെ ഭരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അർശിന്റെ തണൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. അതുകൊണ്ട് വളരെ നീതിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, തുല്യമായ പരിഗണനയിലായിരിക്കണം മരുമക്കളോട് പെരുമാറേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചില മരുമക്കളെ വീട്ടിൽ നിന്ന് കൂടുതൽ സമ്പത്ത് കിട്ടിയിട്ടുണ്ടാവും, എന്നാ പിന്നെ ആ മരുമക്കളെ കൂടുതൽ സ്നേഹിക്കുക, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീധനം തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരിക്കലും അമ്മായിമ്മമാരോ അമ്മോശന്മാരോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
അതോടൊപ്പം തന്നെ സ്നേഹമുള്ള അമ്മായിമ്മമാരുടെ മറ്റൊരു അടയാളമാണ്, കുടുംബത്തിൽ ചിലപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ജോലി ചെയ്യുന്ന സമയത്ത് അറിയാതെ മരുമകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രവർത്തനങ്ങളിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അതിങ്ങനെ വലിച്ചഴിക്കുക. ആ കാര്യം പറഞ്ഞിങ്ങനെ, നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നീ അന്നത്തെ ദിവസം അങ്ങനെ ചെയ്തില്ലേ, എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരുമക്കളെ പ്രയാസപ്പെടുത്തുക. അത് സ്നേഹമുള്ള അമ്മായിമ്മമാര് ചെയ്യൂല. നമ്മളെ മക്കള് നമ്മളോട് ഒരു തെറ്റ് ചെയ്താൽ, അഥവാ നമ്മൾ പ്രസവിച്ച മക്കള് നമ്മളോട് ഒരു തെറ്റ് ചെയ്താൽ, അറിയാതെ എന്തെങ്കിലും പറഞ്ഞാല് അത് നമ്മൾ പിന്നെ നാളത്തേക്ക് എടുത്തു വെക്കാറില്ല, അത് നമ്മൾ മറക്കാറുണ്ടല്ലോ. അതുപോലെ ആയിരിക്കണം മരുമക്കൾ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിൽ വെക്കാൻ പാടില്ല, അതെന്ത് ചെയ്യണം, പെട്ടെന്ന് മറക്കണം. അതുപോലെ തന്നെയാണ് അമ്മായിമ്മമാർ എന്തെങ്കിലും പറഞ്ഞാല് അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവം മരുമക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് മറ്റൊരു ദിവസം നമ്മൾക്ക് ക്ലാസ് എടുക്കാം. മരുമക്കളോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. മരുമക്കൾ സന്തോഷിക്കേണ്ട, മരുമക്കളാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു വീട്ടില് സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കായിരിക്കും. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെടുന്നതായി കാണാം. ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മരുമക്കൾക്കാണ് എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളോട് എന്തെങ്കിലും മരുമക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മറക്കുക. നമ്മൾ മനുഷ്യനല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകേണ്ടവരാണ്, ഖബറിലേക്ക് പോകേണ്ടവരാണ്. അതൊന്നും നമ്മൾ മനസ്സിൽ വെക്കരുത്. അതാര് നമ്മളോട് തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. അയൽവാസികളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഒക്കെ മനസ്സിൽ വെക്കാതെ അതൊക്കെ മറന്നു കളയുക, അതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക, മാപ്പ് കൊടുക്കുക. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അതായിരുന്നു ഖദീജ ബീവിയുടെ സ്വഭാവം, അതായിരുന്നു ആയിഷ ഉമ്മയുടെ സ്വഭാവം, അതായിരുന്നു ഫാത്തിമ ബീവിയുടെ സ്വഭാവം. അള്ളാഹുവെ, മഹദി മഹാന്മാരുടെ സ്വഭാവത്തോട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതുപോലെ സ്നേഹമുള്ള അമ്മായിമ്മമാരുടെ ഏഴാമത്തെ അടയാളം നല്ല ഒരു കേൾവിക്കാരായിരിക്കും. നല്ല കേൾവിക്കാരായിരിക്കും. അഥവാ മരുമക്കൾക്ക് ഒരു സങ്കടം വരുന്ന സമയത്ത്, ഒരു പ്രയാസം വരുന്ന സമയത്ത് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും. അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കാനുള്ള മനസ്സ് നല്ല അമ്മായിമ്മമാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ മരുമക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് ഒരു കൂട്ടുകാരിയെ പോലെ അത് കേൾക്കുകയും ആ സന്തോഷത്തിൽ സ്വന്തം അമ്മായിമ്മമാരും സന്തോഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എട്ടാമത്തെ അടയാളം, ഭക്ഷണ കാര്യത്തിൽ നല്ല ഒരു കരുതലുണ്ടാകും നല്ല അമ്മായിമ്മയാണെങ്കിൽ. എങ്ങനെയാണ് ഭക്ഷണ കാര്യത്തിൽ കരുതലുണ്ടാകുക? ഇതെല്ലാ സമയത്തും ചെയ്യണോ? വേണ്ടതില്ല. എപ്പോഴാണ് ചെയ്യേണ്ടത്? മരുമക്കൾക്ക് ചിലപ്പോൾ അസുഖം വരും, ക്ഷീണം വരും, തളർച്ച വരും, അതല്ലെങ്കിൽ മാസത്തിലുണ്ടാകുന്ന മെൻസസ് ഉണ്ടാകുമല്ലോ. ആ മെൻസസിന്റെ സമയത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടാകും. വീട്ടിലെ ജോലികൾ ചെയ്യാൻ കഴിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല, രോഗം വന്നാൽ അവർക്ക് അടുക്കളയിൽ കയറാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. എന്ത് ഭക്ഷണമാണ് വേണ്ടത്, എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സ്വഭാവം സ്നേഹമുള്ള അമ്മായിമ്മമാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒമ്പതാമത്തെ അടയാളം, മരുമക്കളുടെ ഇടയിൽ വിവേചനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, രണ്ട് മരുമക്കൾ ഉണ്ടെങ്കിൽ എല്ലാ മരുമക്കളുടെ വീട്ടുകാരോടും ഒരേപോലെ പെരുമാറുക. ചില മരുമക്കളുടെ വീട്ടുകാർ വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്നാൽ മറ്റേ മരുമകളുടെ കുടുംബക്കാർ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക. ഈ ഒരു സ്വഭാവം സ്നേഹമുള്ള അമ്മായിമ്മമാർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മരുമക്കളുടെ ഇടയിൽ ഒരിക്കലും വിവേചനം പാടില്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറുക. പത്താമത്തെ അടയാളം, കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകാൻ കൂടുതൽ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മകന്റെയും മരുമകളുടെ ഇടയിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അമ്മായിമ്മ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? ഞാൻ പ്രസവിച്ചത് എൻ്റെ മകനെയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ മകന്റെ ഭാഗത്ത് നിൽക്കട്ടെ എന്ന് അമ്മായിമ്മ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. രണ്ടുപേരോടും സ്നേഹത്തോടെ പെരുമാറി രണ്ടുപേരുടെയും ഭാഗം നിൽക്കാതെ രണ്ടുപേരുടെയും തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയുമാണ് വേണ്ടത്. അല്ലാതെ സ്വന്തം മകന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ മകന്റെയും ആ മരുമകളുടെയും ദാമ്പത്യ ജീവിതം തരിപ്പണമായി പോകും, തകർന്നു പോകും. അതുകൊണ്ട് ഒരാളുടെയും പക്ഷം പിടിക്കാതെ രണ്ടുപേർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് അമ്മായിമാക്കുണ്ടാകണം. ഈ വിഷയങ്ങളൊക്കെ അമ്മായിമ്മയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൽ മർഅതു റാഇയത്തുൻ ഫീ സൗജി ബൈതിഹാ. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി ആ വീട്ടിലെ ഭാര്യയാണ്, ആ വീട്ടിലെ ഉമ്മയാണ്. അപ്പൊ ഉമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് മരുമകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾക്ക് വിശാലമായി പറയാനുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ അത് പറയാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, സമാധാനം നൽകട്ടെ. മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് ഈമാനോടുകൂടെ എല്ലാവരുടെയും സ്നേഹം
ലഭിച്ചുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തും സന്തോഷവും സമാധാനവും നിലനിർത്തി തരണേ അല്ലാ. ഒരുമ നിലനിർത്തി തരണേ റഹ്മാനെ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ആ മജ്ലിസിൽ പങ്കെടുത്താൽ മാറും. വിഷമുണ്ടോ? ആ മജ്ലിസിൽ പങ്കെടുത്താൽ മാറും. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, ഫലം ലഭിച്ചത്. ഇൻഷാ അല്ലാ നിങ്ങളും അതിൽ പങ്കെടുക്കുക. രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുക്കണം. ഇൻഷാ അല്ലാ ഈ ചാനലിൽ തന്നെയാണ് മജ്ലിസ് ഉണ്ടാകുക. എല്ലാവരും അതിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.